ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹംടെക് ഗ്രാഫിക്സ്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ വാട്സപ്പിൽ വന്ന ഒരു അടിപൊളി ഒരു അപ്ഡേറ്റിനെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. അപ്പം ആ ഒരു അപ്ഡേറ്റ് എന്തെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കൊണ്ട് ഞാൻ മനസ്സിലാക്കാം. വാട്സപ്പിൽ വന്ന ഒരു അടിപൊളി അപ്ഡേറ്റ് എന്ന് പറയുന്നത് ചൂസ് പോസ്റ്റ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് എന്നതാണ്. അതായത് ഇത് സംഭവം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമുക്കറിയാം നമ്മുടെ അക്കൗണ്ടിലൊക്കെ നമുക്ക് ഇപ്പോൾ അവതാർ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നു അല്ലേ. അത്തരത്തിൽ നമ്മൾ അവതാർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ വന്നിരിക്കുന്ന ചെറിയൊരു മാറ്റമാണിത്. അപ്പം ഇവിടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യും, ഇവിടെ അവതാർ എന്നത് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇവിടെ പുതുതായിട്ട് ചൂസ് പോസ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പം ഈ ഓപ്ഷൻ എന്തെന്ന് വെച്ചാൽ ഇത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന അവതാറിനെ ഉണ്ടല്ലോ, അവതാറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റാം, അതിനെ കുറച്ച് ആനിമേഷൻസ് ഒക്കെ അതിനകത്ത് വരുത്താം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കിവിടെ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ചൂസ് പോസ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് എന്നത് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന അവതാറിനെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ പലതരത്തിലുള്ള പോസുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത് ആനിമേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുപോലെ നമ്മൾക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ, അവതാറിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, അതും വേണമെങ്കിൽ അതുപോലെ ചൂസ് ചെയ്ത് അതും ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ കാണുന്ന ഏത് കളർ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ആവുന്നതായിരിക്കും. അത്തരത്തിൽ നമുക്ക് ഇതിനെ ഒന്ന് മോഡിഫൈ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ സേവ് എന്നത് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ആ ചൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു അവതാറുണ്ടല്ലോ, ആ ഒരു ആനിമേറ്റ് ചെയ്ത അവതാറുണ്ടല്ലോ, ഇത് നമുക്ക് നമ്മുടെ പ്രൊഫൈൽ പിക്ചറാക്കി മാറ്റാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അതുപോലെ ഇപ്പോൾ നമ്മുടെ പ്രൊഫൈൽ പിക്ചർ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന അവതാർ ഉണ്ടല്ലോ, അതും ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ അവതാർ ക്രിയേറ്റ് ചെയ്താൽ മാത്രം നമ്മുടെ പ്രൊഫൈൽ പിക്ചർ അതുപോലെ അവതാറിനെ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്കിതൊന്ന് സ്വൈപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ കണ്ടേ, ഇത് നമ്മുടെ പ്രൊഫൈൽ പിക്ചർ. സ്വൈപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത പ്രൊഫൈൽ പിക്ചർ, അതായത് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത് ആനിമേറ്റ് ചെയ്തെടുത്ത പ്രൊഫൈൽ പിക്ചർ ഉണ്ടല്ലോ, അത് ആണ് അവതാറിൻ്റെ പിക്ചറാണിത്. അപ്പം ഈ അവതാറിൻ്റെ പിക്ചർ ക്രിയേറ്റ് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോ ഒക്കെ പണ്ട് ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ട് കുറേ കാലമായി, അതുകൊണ്ട് ഈ അവതാറൊക്കെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം അങ്ങനെയൊന്നുള്ള കാര്യങ്ങളൊന്നും നമ്മൾ നോക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ 2 പിക്ചർ നമ്മുടെ പ്രൊഫൈൽ പിക്ചറാക്കി മാറ്റാൻ സാധിക്കുന്നതാണ്. അപ്പം 2 പിക്ചറും നമുക്കിങ്ങനെ നമ്മുടെ പ്രൊഫൈൽ പിക്ചറാക്കി മാറ്റാൻ സാധിക്കുന്നതാണ്. ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട, നമ്മൾ അവതാറിനെ ക്രിയേറ്റ് ചെയ്ത് അതൊന്നും ആനിമേറ്റ് ചെയ്യുന്ന ഇപ്പോൾ നമ്മൾ കണ്ട തൊട്ട് ആ ചൂസ് പോസ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് എന്നത് സെലക്ട് ചെയ്ത് നമ്മളിതൊന്ന് ആനിമേറ്റ് ചെയ്താൽ മതി. ഇനി നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ഇതെങ്ങനെ നോക്കി കാണുമെന്ന് നോക്കാം. നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും നമ്മുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്തിട്ട് നോക്കാന്നുണ്ടെങ്കിൽ ഇവിടെ വേണ്ടേ നമ്മുടെ അവതാറും കൂടാതെ നമ്മുടെ പ്രൊഫൈൽ പിക്ചറും ഇങ്ങനെ മാറി വരുന്നതായി കാണാൻ സാധിക്കുന്നതാണ്. അപ്പം ഇത് സ്വൈപ്പ് ചെയ്ത് നമുക്ക് ഇങ്ങനെ മാറ്റി കാണാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് 2 പ്രൊഫൈൽ പിക്ചർ ഇപ്പോൾ വെക്കാൻ സാധിക്കുന്നതാണ്. ഒന്ന് നമ്മുടെ പ്രൊഫൈൽ പിക്ചറും ഒന്ന് നമുക്ക് അവതാറിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കുന്നതാണ്. അപ്പം ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിച്ചോ ഇല്ലയോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇപ്പോൾ നല്ലൊരു അപ്ഡേറ്റ് ആണിത്. അപ്പോൾ 2 പ്രൊഫൈൽ പിക്ചർ നമുക്കിപ്പോൾ വെക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഫണ്ണി ആയിട്ടുള്ള നമ്മുടെ ആനിമേറ്റഡ് പിക്ചർ, അതായത് നമ്മുടെ അവതാറിനെ ആനിമേറ്റ് ചെയ്ത് നമുക്ക് വെക്കാൻ സാധിക്കുന്നതാണ്. അപ്പം ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റ് ലഭിച്ചോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾ വാട്സപ്പിൻ്റെ ബീറ്റ വെർഷൻ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കുക. ചിലപ്പോൾ നിങ്ങൾക്കും ഈ ഒരു അപ്ഡേറ്റ് ലഭിച്ചെന്നിരിക്കാം. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായിട്ട് ഒന്ന് രേഖപ്പെടുത്തിയേക്കണേ. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.